കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു ദ വേൾഡ് ഇൻ 2050 എന്ന് പറഞ്ഞത്. പക്ഷേ എനിക്കൊരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു, അതായത് ഫ്യൂച്ചറിൽ സ്കൂൾ എങ്ങനെ ഇരിക്കുമെന്ന്. ഞാൻ ഈ ക്വസ്റ്റ്യനെ കുറിച്ച് ഗൂഗിളിൽ കുറേ റിസർച്ച് നടത്തിയായിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോയിൽ എനിക്ക് കിട്ടിയ അറിവ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോവാണ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന കുറച്ച് സ്കൂൾ ചേഞ്ചസ് ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫ്യൂച്ചറിൽ ആക്ച്വലി സ്കൂളിങ്ങിന് 2 ഓപ്ഷൻ കാണും. ആദ്യത്തേത് ഓൺലൈൻ, പിന്നെ മറ്റേത് ഓഫ്ലൈൻ. നമ്മളെ ലിസ്റ്റിലെ ആദ്യത്തെ ചേഞ്ച് റോബോട്ട്സ് ആസ് ടീച്ചേഴ്സ് ആണ്. ഇപ്പം നിങ്ങൾ ഏത് സ്കൂളിൽ പോയാലും ടീച്ചേഴ്സിനെ കാണാൻ സാധിക്കും ഓഫ് കോഴ്സ്. പക്ഷേ ഫ്യൂച്ചറിൽ AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും സ്കൂള് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ടീച്ചേഴ്സ് റോബോട്ട്സ് ആയിരിക്കും. സോ ഫ്യൂച്ചർ സ്കൂളിൽ ടീച്ചേഴ്സ് കാണത്തില്ല, പക്ഷേ റോബോട്ട്സ് ആയിരിക്കും. ഈ റോബോട്ട്സിന്റെ പേര് വരുന്നത് ഹ്യൂമാനോയിഡ് റോബോട്ട്സ് എന്നാണ്. യഥാർത്ഥ ടീച്ചർ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും ഈ റോബോട്ട് ടീച്ചേഴ്സും ബിഹേവ് ചെയ്യുന്നത്. എന്നിട്ട് പറയപ്പെടുന്നത് ഈ റോബോട്ട് ടീച്ചേഴ്സിനേക്കാളും ബെറ്റർ ആയിരിക്കും. പക്ഷേ ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്തുവെന്ന് വെച്ചാൽ ഈ റോബോട്ട് ടീച്ചർ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. ബാംഗ്ലൂരിൽ ഇൻഡസ് ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്നൊരു സ്കൂളിലാണ് ഈ റോബോട്ട് ടീച്ചേഴ്സ് ഉള്ളത്. ഈ റോബോട്ട് ടീച്ചർ കുട്ടികളെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ലെസൺ പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും, എക്സെട്ര. ഈ റോബോട്ട് ടീച്ചറിന് ഒരു സ്റ്റുഡൻറ്റിന്റെ മുഖം റീഡ് ചെയ്യാവുന്നതായിരിക്കും. അതായത് ആ കുട്ടിക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും, അല്ലെങ്കിൽ കുട്ടി ഹാപ്പി ആണോ അല്ലെങ്കിൽ സാഡ് ആണോ എന്നും അറിയാൻ പറ്റും. ഈ റോബോട്ട് ടീച്ചറിന് വികാരം അല്ലെങ്കിൽ ഇമോഷൻസ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പം ഈ റോബോട്ട് ടീച്ചറിന് പിള്ളേരുമായിട്ട് ചിരിക്കാനോ അല്ലെങ്കിൽ പിള്ളേരെ വഴക്കു പറയാനോ സാധിക്കും. ഈ റോബോട്ട് ടീച്ചർ ഒരിക്കലും ടയേർഡ് ആവുന്നതല്ലായിരിക്കും. ഇതിൻ്റെ നെഗറ്റീവ് തിങ് എന്തുവാന്ന് വെച്ചാൽ ഭാവിയിൽ എല്ലാ ടീച്ചേഴ്സിൻ്റെയും ജോലി പോകുന്നതായിരിക്കും. അപ്പം ഗുഡ് ലക്ക് ടീച്ചേഴ്സ്. നിങ്ങളെല്ലാവരും റൈറ്റിംഗ് ആൻഡ് വൈപ്പിംഗ് ബോർഡ് കണ്ടിട്ടുണ്ടായിരിക്കും. അഥവാ ഇല്ലെങ്കിൽ ഇതിൻ്റെ പിക്ചർ ഇതാണ്. അപ്പം ഫ്യൂച്ചറിൽ ക്ലാസ് റൂം ബോർഡ് റൈറ്റിംഗ് ആൻഡ് വൈപ്പിംഗ് ബോർഡ് പോലെ തന്നെ ആയിരിക്കും. എന്തുവാന്ന് വെച്ചാൽ ഫ്യൂച്ചർ ക്ലാസ് റൂം ബോർഡ്സ് ആക്ച്വലി ഒരു സ്ക്രീൻ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ടീച്ചേഴ്സിന് ഒരു പെന്ന് പോലത്തെ സാധനം കിട്ടുന്നതായിരിക്കും സ്ക്രീനിൽ എഴുതാൻ. പക്ഷേ സ്റ്റുഡൻസിനും അവരുടെ ഡെസ്കിൽ സ്ക്രീൻ കാണുന്നതായിരിക്കും. ഇതിൻ്റെ ഉപയോഗം എന്തുവാന്ന് വെച്ചാൽ ഇപ്പം സ്റ്റുഡൻസിനും എന്തെങ്കിലും ബോഡി എഴുതണമെങ്കിൽ സ്റ്റുഡൻസിന് അവർ ഇരിക്കുന്ന സ്ഥാനത്ത് തന്നെ ഇന്ന് മെയിൻ ബോർഡിലും എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ടീച്ചേഴ്സിന് ഇപ്പം വേൾഡ് മാപ്പ് ബോഡി വരയ്ക്കണമെങ്കിൽ അത് ഇമ്പോസിബിൾ ആയിരിക്കും. പക്ഷേ ഫ്യൂച്ചറിൽ ഈ സ്ക്രീൻ ബോർഡ് വെച്ച് ടീച്ചേഴ്സിന് ഗൂഗിളിൽ നിന്ന് ഏതെങ്കിലും ഒരു പിക്ക് എടുത്ത് ആ സ്ക്രീൻ ബോർഡിൽ ഷെയർ അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യാവുന്നതായിരിക്കും. ഹോംവർക്ക് സ്റ്റുഡൻസിന് അന്നും ഇന്നും ഒരു സ്ട്രെസ് തന്നെയാണ്, ചിലപ്പം ബോറിങ്ങും ആയിരിക്കും. പക്ഷേ ഫ്യൂച്ചറിൽ എല്ലാ സ്റ്റുഡൻസിനും അവരെ ഹോംവർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടും. കാരണം എല്ലാ സ്റ്റുഡൻസും അവരുടെ ഹോംവർക്ക് ഹോളോഗ്രാം വഴി കൂടെ ആയിരിക്കും ചെയ്യുന്നത്. അതായത് ഹോളോ ലെൻസിൽ കൂടെ ആയിരിക്കും. ഹോളോ ലെൻസ് ആക്ച്വലി ഒരു VR പോലത്തെ ഒരു ടൈപ്പാണ്. ഈ ഹോംവർക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസിനും സെയിം തന്നെ ആയിരിക്കും. സോ ആക്ച്വലി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാൻ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ പെന്നോ നോട്ട്ബുക്കോ ഒന്നും വേണ്ടാത്തതായിരിക്കും. കാരണം ഈ ഹോളോഗ്രാം ടച്ച് സ്ക്രീനാണ്. ഓക്കെ, ഇനി നമുക്ക് ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് സംസാരിക്കാം. ഈ കാലത്ത് നമ്മളെല്ലാവരും ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ കൂടെ ആയിരിക്കും. പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് VR വഴി കൂടെ ആയിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. ഈ VR അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റി ഇട്ടാൽ നിങ്ങൾ ആക്ച്വലി ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ആവുന്നത്. ഓൺലൈൻ ക്ലാസ്സിനായിട്ട് ഈ കാലത്ത് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിംഗ് പോലത്തെ ആപ്ലിക്കേഷൻ ആയിരിക്കും. പക്ഷേ ഫ്യൂച്ചറിൽ വേറെ കുറേ ആപ്ലിക്കേഷൻസ് ലോഞ്ച് ആവുന്നതായിരിക്കും ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി. അപ്പം ബേസിക്കലി നിങ്ങൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ റിയൽ സ്കൂളിൽ ചെന്ന് പഠിക്കുന്ന പോലെ തന്നെ ആയിരിക്കും. എല്ലാ സ്കൂളിലും നിങ്ങൾ വേലക്കാരി കാണുന്നതായിരിക്കും. അത് ക്ലീനിങ്ങിനായിക്കോട്ടെ അല്ലെങ്കിൽ എക്സെട്ര. പക്ഷേ ഫ്യൂച്ചറിൽ ഹ്യൂമൻസ് എല്ലായിരിക്കും വേലക്കാരിയായിട്ട് വരുന്നത്. ആക്ച്വലി റോബോട്ട്സ് ആണ് വേലക്കാരിയായിട്ട് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും MI സ്മാർട്ട് വാക്യൂം ക്ലീനർ അറിയായിരിക്കും. അതിനോടാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ നിങ്ങൾ പോയി കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ MI സ്മാർട്ട് വാക്യൂം ക്ലീനറിന് സ്റ്റെപ്പ് ഒന്നും കയറാൻ പറ്റൂല. പക്ഷേ ഈ ക്ലീനിങ് റോബോട്ടിന് ഹ്യൂമൻസ് എന്തുവാ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഈ ക്ലീനിങ് റോബോട്ടിന് ചിൽഡ്രൻസിൻ്റെ ഒരു ഗൈഡും ആവാൻ പറ്റും.
ഓക്കെ, അപ്പം ഇനി നമുക്ക് എക്സാമിനെ കുറിച്ച് സംസാരിക്കാം. ഈ കാലത്ത് എക്സാംസ് എല്ലാം ഓൺലൈൻ ക്ലാസ്സിൽ കൂടെ ആയിരിക്കും നടക്കുന്നത്. ചില സ്കൂളിന് അത് ഓഫ്ലൈനും ആയിരിക്കാം. പക്ഷേ ഓൺലൈൻ എക്സാമിൽ കൂടെ പിള്ളേർ കോപ്പി ചെയ്യാവുന്നതായിരിക്കും. പക്ഷേ ഫ്യൂച്ചറിൽ അങ്ങനെ ആയിരിക്കത്തില്ല. ഈച്ച് പിള്ളേർക്കും എക്സാമിനായിട്ട് ഒരു സിംഗിൾ വൈറ്റ് റൂം കൊടുക്കുന്നതായിരിക്കും. എന്നിട്ട് ആ ഒരു റൂമിൽ ഒറ്റൊരു കുട്ടിക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും ഫ്യൂച്ചറിൽ ഓൺലൈൻ എക്സാംസ് എങ്ങനെയായിരിക്കും എന്ന്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പിള്ളേരെല്ലാവരും ഓൺലൈൻ ക്ലാസ് ഹോളോ ലെൻസിൽ കൂടെ ആയിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പിള്ളേർക്ക് എല്ലാവർക്കും ആ വൈറ്റ് റൂമിൽ ഇരിക്കുന്ന ഒരു ഫീല് വരുന്നതായിരിക്കും. അങ്ങനെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പിള്ളേർ ഹോളോ ലെൻസ് റിമൂവ് ചെയ്താൽ അപ്പോഴേ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും. സയൻസിൽ എക്സ്പെരിമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാലത്ത് ടീച്ചേഴ്സ് എക്സ്പെരിമെൻറ്റ് യൂട്യൂബിൽ ഇട്ട് പിള്ളേരെ കാണിക്കുന്നതായിരിക്കും. പക്ഷേ ഫ്യൂച്ചറിൽ എല്ലാ പിള്ളേർക്കും സ്കൂൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു VR കാണുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ആ VR ഉപയോഗിച്ച് എന്ത് എക്സ്പെരിമെൻറ്റ് വേണമെങ്കിലും റിയലായിട്ട് ചെയ്യുന്ന കൂട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ VR എക്സ്പെരിമെൻറ്റ്സ് കൂടെ ചിൽഡ്രൻസിന് ഒരു ഹേർട്ടും കിട്ടാത്തതായിരിക്കും. ഫോർ എക്സാമ്പിൾ പിള്ളേരെങ്ങാനും ആസിഡ് വെച്ച് എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുകയാണെങ്കിൽ അഥവാ അങ്ങനെ മിസ്റ്റേക്കായിട്ട് കൈ വീണ ഒരു ഹേർട്ടും പറ്റാത്തതായിരിക്കും. ഇതുവരെയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഫ്യൂച്ചർ സ്കൂൾ ചേഞ്ചസിനെ കുറിച്ചാണ്. ഇപ്പം എല്ലാ പേരൻസും വിചാരിക്കാം ഈ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസിന്റെ ഡിസഡ്വാൻറ്റേജ് ആൻഡ് അഡ്വാൻറ്റേജ് എന്തുവാണ്. അപ്പം അതാണ് ഞാൻ ഇപ്പം പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യത്തത് അഡ്വാൻറ്റേജ് ഓഫ് ഓഫ്ലൈൻ ക്ലാസ്. സ്റ്റുഡൻസ് അവരുടെ പഠിത്തത്തിൽ കുറേ ശ്രദ്ധ കൊടുക്കുന്നതായിരിക്കും. ചിൽഡ്രന് ടീച്ചേഴ്സുമായിട്ട് കൂടുതൽ ഇടപെടുന്നതായിരിക്കും. പിന്നെ രണ്ടാമത്തത് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഓഫ്ലൈൻ ക്ലാസ്. സ്റ്റുഡൻസ് കംഫർട്ടബിൾ അല്ലായിരിക്കും ഓൺലൈൻ ക്ലാസ്സിനെ അപേക്ഷിച്ച്. സ്റ്റുഡൻസിന് ടെക്നോളജിയെ കുറിച്ച് കുറേ പഠിക്കാൻ പറ്റാത്തതായിരിക്കും ഓഫ്ലൈൻ ക്ലാസ്സിൽ കൂടെ. അത് മാത്രമല്ല ഓഫ്ലൈൻ ക്ലാസ്സസിന് വേണ്ടി നിങ്ങളെ അടുത്തായിട്ടുള്ള ഏതെങ്കിലും സ്കൂൾ കണ്ടെത്തേണ്ടതായിരിക്കും. പിന്നെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ഓഫ് ഓൺലൈൻ ക്ലാസ്. ഓൺലൈൻ ക്ലാസ്സിൽ കൂടെ സ്റ്റുഡൻസിൻ്റെ ടൈം സേവ് ചെയ്യാവുന്നതായിരിക്കും. സ്റ്റുഡൻസ് കംഫർട്ടബിൾ ആയിരിക്കും. അത് മാത്രമല്ല അവർക്ക് ടെക്നോളജിയെ കുറിച്ച് കുറേ പഠിക്കാൻ സാധിക്കും. അത് മാത്രമല്ല ഓൺലൈൻ ക്ലാസ്സിൽ കൂടെ വേറെ രാജ്യത്തോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തുള്ള സ്കൂളിൽ കൂടെ നിങ്ങളെ കുട്ടിക്ക് പഠിക്കാവുന്നതായിരിക്കും. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ നമുക്ക് ഈ സ്കൂൾ ലോബീസ് അല്ലെങ്കിൽ മാഫിയനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ പാവപ്പെട്ട ആൾക്കാർ അവരെ മക്കളെ ഒന്നും വലിയ സ്കൂളിൽ കൊണ്ട് ചേർക്കാനാവില്ല. കാരണം അവർ പുവറാണ്. പാവപ്പെട്ടവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വലിയ ഫീസും പിന്നെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വലിയ സ്കൂളിൽ എടുക്കുന്നത്. ഈ സ്കൂൾ ലോബീസ് മാഫിയാസ് അല്ലെങ്കിൽ മോണോപോളിസ്റ്റ് തന്നെ ആയിരിക്കും ഈ സ്കൂൾ ഫീസും ഉണ്ടാക്കുന്നത്. കാരണം അവർ വലിയ സംഭവം എന്ന് തെളിയിക്കാൻ വേണ്ടി. ആൻഡ് ഈ വലിയ മാഫിയകളൊക്കെ അവരെ സ്കൂള് വലിയ ആൾക്കാർക്കായിരിക്കും ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഓൺലൈൻ ക്ലാസ് ഇല്ലാത്ത വരുവാണെങ്കിൽ ഈ സ്കൂൾ മാഫിയാസ് ലോബീസ് മോണോപോളിസ് ഇല്ലാത്തതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് മാത്രമല്ല ഓഫ്ലൈൻ ക്ലാസ്സസിന് വേണ്ടി 2 to 3 lakh പെർ ഇയർ അഡ്മിഷൻ ഫീസായിട്ട് എടുക്കുന്നതായിരിക്കും. കാരണം ഈ മെയിൻ്റെനൻസും ബസ് ഫീസും എക്സെട്ര. പക്ഷേ ഓൺലൈൻ ക്ലാസ്സിന് അവർ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ 20% ഫീസായിട്ട് എടുക്കത്തുള്ളൂ. കോവിഡിൻ്റെ മുമ്പ് നിങ്ങൾക്കൊരു സ്കൂള് ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു വലിയ ഗ്രൗണ്ട് വേണ്ടി വരും. പിന്നെ കുറേ ക്ലാസ് റൂംസ് വേണ്ടി വരും. പക്ഷേ ബാംഗ്ലൂരിൽ ഇപ്പം ആക്ച്വലി ഒരു ഓൺലൈൻ സ്കൂൾ വന്നിട്ടുണ്ട്. ഈ സ്കൂൾ ഇപ്പം കോവിഡ് പോയാലും ഓൺലൈൻ തന്നെ ആയിരിക്കും. അത് നിങ്ങൾ മേടിക്കേണ്ട, ഇതൊരു ഓൺലൈൻ സ്കൂളായിട്ട് നിങ്ങൾക്ക് ഏത് രാജ്യത്തുനിന്നോ അല്ലെങ്കിൽ ഏത് സ്ഥലത്തുനിന്നോ ഈ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് നിങ്ങളെ കുട്ടിയെ പഠിപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ സ്കൂളിനെ കുറിച്ച് ഇനിയും ഇൻഫർമേഷൻസ് വേണമെങ്കിൽ ഈ സ്കൂളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഓഫ്ലൈൻ ക്ലാസ്സസിന് വേണ്ടി 2 to 3 lakh പെർ ഇയർ അഡ്മിഷൻ ഫീസായിട്ട് എടുക്കുന്നതായിരിക്കും. കാരണം ഈ മെയിൻ്റെനൻസും ബസ് ഫീസും എക്സെട്ര. പക്ഷേ ഓൺലൈൻ ക്ലാസ്സിന് അവർ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ 20% ഫീസായിട്ട് എടുക്കത്തുള്ളൂ. പിന്നെ നാലാമത്തത് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഓൺലൈൻ ക്ലാസ്. സ്റ്റുഡൻസ് ടീച്ചർ പഠിപ്പിക്കുന്ന ടോപ്പിക്കിൽ ശ്രദ്ധ കൊടുക്കാത്തതായിരിക്കും. ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റുഡൻസിന് കളിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണാനോ സാധിക്കും. ഗൈസ്, അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നെക്കി ഓളം നിൽക്കുക. പിന്നെ എൻ്റെ കുറ്റവും കുറവ് നിങ്ങൾ കമൻറ്റിൽ പോയി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ക്യാച്ച് യു ഇൻ ദ നെക്സ്റ്റ് വൺ.